നമസ്കാരം. എ പെൻഷനേഴ്സ് ഡയറി എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 1996 അസംബ്ലി ഇലക്ഷൻ, അന്ന് അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സുശീല ഗോപാലനാണ്. കോൺഗ്രസ് എതിർ സ്ഥാനാർത്ഥി പുറക്കാട് രാമദാസ്. അപ്പോൾ നിങ്ങൾക്കറിയാം, അമ്പലപ്പുഴ എന്ന് പറയുന്നത് ഒരു കോസ്റ്റൽ ആയിട്ടുള്ള നിയോജക മണ്ഡലമാണ്. അപ്പോൾ അവിടെ സുശീല ഗോപാലന് വേണ്ടി പ്രചരണം നടത്തുവാൻ വേണ്ടി അത് അച്യുതാനന്ദൻ അമ്പലപ്പുഴയിലെത്തി. ഈ പ്രചരണ യോഗങ്ങളിലൊക്കെ അച്യുതാനന്ദൻ്റെ നാടൻ പ്രയോഗങ്ങൾ ജനങ്ങൾക്ക് വളരെ രസിക്കും. അങ്ങനെ ഒരു വമ്പൻ പ്രയോഗം അമ്പലപ്പുഴയിൽ അദ്ദേഹം നടത്തി. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: സുശീല ഗോപാലൻ ഒരു വളി വിട്ടാൽ പുറക്കാട് രാമദാസ് പോയി പുറംകടലിൽ കിടക്കും. അന്ന് പത്രത്തിൽ വരെ വന്ന ഒരു വലിയ വാചകമായിരുന്നു അത്. അതിൽ സുശീല ഗോപാലൻ ജയിക്കുക തന്നെ ചെയ്തു. അതുപോലെ അടുത്ത കാലത്ത് വളരെ മാന്യയായ ഒരു വനിത ഒരു പുറങ്കാല കൊണ്ട് അടിയടിച്ച് കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ക്യാബിനറ്റ് മൊത്തം, നമ്മുടെ കാരണഭൂതനും മറ്റു മന്ത്രിമാരും എല്ലാം പുറംകടലിൽ പോയി കിടന്നു. ആ മാന്യ വനിതയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അത് ഡോക്ടർ സിസ തോമസ്. ഇന്ന് നമ്മുടെ അബ്ദുൽ കലാം സാങ്കേതിക യൂണിവേഴ്സിറ്റിയുടെ സ്ഥിരം വൈസ് ചാൻസലറായി കഴിഞ്ഞ മാസം ചാർജ് എടുത്ത ഡോക്ടർ സിസ തോമസ്. ഡോക്ടർ സിസ തോമസ് ഗവൺമെൻറ്റിനെതിരെ യാതൊരു കാര്യവും ചെയ്തിട്ടില്ലായിരുന്നു. അവർ ചെയ്ത ആകപ്പാടെയുള്ള ഒരു ഗവൺമെൻറ് നോക്കുമ്പോൾ ചെയ്തൊരു വലിയ ക്രൂരകൃത്യം, ഗവർണറുടെ ഉത്തരവനുസരിച്ച് അവർ അബ്ദുൽ കലാം യൂണിവേഴ്സിറ്റിയുടെ സാങ്കേതിക യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട്, ടെമ്പററി വൈസ് ചാൻസലറായിട്ട് അഡീഷണൽ ചാർജ് എടുത്തു എന്നത് മാത്രമേ ഉള്ളൂ. അവരന്ന് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറേറ്റിലെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ജോയിൻറ്റ് ഡയറക്ടറായിരുന്നു. അവർ ചാർജ് എടുത്തത് ഗവൺമെൻറ്റിൻ്റെ താല്പര്യത്തിനെതിരാണ് എന്ന് ഗവൺമെൻറ് അവരോടൊന്നും പറഞ്ഞില്ല. ഗവൺമെൻറ് പക്ഷേ സ്വയം അങ്ങനെ വിശ്വസിച്ചു. അവർ ചാർജ് എടുത്തതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് ഗവൺമെൻറ്റിൻ്റെ കുടിപ്പുക അവരോട് തുടങ്ങി. വടകര ചന്ദ്രശേഖരൻ നായരെ ബ്രാൻഡ് ചെയ്ത പോലെ കുലംകുത്തി എന്ന് ബ്രാൻഡ് ചെയ്തു. കേരളത്തിലെ 5 ലക്ഷം ജീവനക്കാരിൽ കുലംകുത്തിയായിട്ടുള്ള ഒരു ജീവനക്കാരിയായിട്ട് ഈ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ സിസ തോമസിനെ അവർ ബ്രാൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് അവർക്കെതിരെ പടപ്പുറപ്പാടായിരുന്നു ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലേക്ക്. ആദ്യം SFIക്കാരുടെ പടനിര അവരാദ്യമേ യൂണിവേഴ്സിറ്റിയിലേക്ക് നീങ്ങി. അവരവിടെ നിന്ന് വേട്ടപ്പട്ടികളെ പോലെ കുരച്ചു. അതുകൊണ്ട് സിസ തോമസ് കുലുങ്ങിയില്ല. അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അവർ അടുത്ത പടനിരയെ ഇറക്കി. സർക്കാർ അടുത്ത പടനിരയെ ഇറക്കി. യൂണിവേഴ്സിറ്റിയിലെ എംപ്ലോയീസ് യൂണിയൻ, ഇടത് സഹയാത്രികരായ എംപ്ലോയീസ് യൂണിയൻ, അവർ പൂർണ്ണമായിട്ടും വൈസ് ചാൻസലറോട് നിസ്സഹകരണം പ്രഖ്യാപിച്ചു. അവർ ചാർജ് എടുത്ത്, അവരെ വൈസ് ചാൻസലറായിട്ട് ചാർജ് എടുത്ത് 2 ആഴ്ചത്തേക്ക് അവർക്കൊരു ഫയൽ പോലും നോക്കാൻ കിട്ടിയില്ല. അതുപോലെ നിസ്സഹകരണമായിരുന്നു. രജിസ്ട്രാർമാർ, ജോയിൻ്റ് രജിസ്ട്രാർമാർ എല്ലാവരും, ഇടതിൻ്റെ സംഘടനക്കാർ മൊത്തമായിട്ടും അവരോട് നിസ്സഹകരിച്ചു. അവർക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ കിട്ടിയാൽ മാത്രമേ അവർക്ക് അവിടെ സർട്ടിഫിക്കറ്റുകൾ പോലും ഒപ്പിടാനൊക്കത്തുള്ളൂ. യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ എന്ന നിലയിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ഒപ്പിടാൻ ഡിജിറ്റൽ സിഗ്നേച്ചർ ലഭിക്കണം. അതുപോലും ഈ എംപ്ലോയീസ് യൂണിയൻകാർ നിസ്സഹകരിച്ചുകൊണ്ട് 2-3 ആഴ്ചത്തേക്ക് അവർക്ക് യാതൊരു വർക്കും ചെയ്യാതെ അവിടെ ഇരിക്കേണ്ടി വന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത പടനിര ശിവൻകുട്ടി മിനിസ്റ്ററുടെയും ഡോക്ടർ ബിന്ദു മിനിസ്റ്ററുടെയും നേതൃത്വത്തിലുള്ള കുതിരപ്പട ഇവരുടെ നേരെ ചെന്നു. അവരും പരാജിതരായിട്ട് മടങ്ങി. അങ്ങനെ കാലാൾപ്പട, കുതിരപ്പട കഴിഞ്ഞ് സാക്ഷാൽ
പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ആനപ്പട തന്നെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ നേരെ ചെന്നു. അദ്ദേഹം പറഞ്ഞിരുന്നത്, എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ അവരെ അവിടെ വൈസ് ചാൻസലറാക്കി ഇരുത്തുകയില്ല എന്നാണ്. പക്ഷേ എപ്പോഴത്തേക്ക് കോടതി വിധി വന്നു, കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് അവിടെ തുടരാൻ പറ്റി. അങ്ങനെ കഴിഞ്ഞ മാസം അത് കഴിഞ്ഞ് അവർ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ മാസം അവരെ നമ്മുടെ ഗവർണർ അർലേക്കർ അബ്ദുൽ കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ സ്ഥിരം വൈസ് ചാൻസലറായിട്ട് നിയമിച്ചു. അപ്പോൾ ഇവരെ ആ പോസ്റ്റിൽ ഇരുത്തത്തില്ല എന്ന് പ്രതിജ്ഞ ചെയ്തിരുന്ന മുഖ്യമന്ത്രിയും ക്യാബിനറ്റും ഒക്കെ അവസാനം പവനായി ശവമായി എന്ന രീതിയിലായി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരൊരു കാലുമടക്കി തിരിച്ചടിച്ച് ഇവരെ എല്ലാം പുറംകടലിൽ എറിയുകയാണ് ചെയ്തത്. ആരാണ് ഈ ഡോക്ടർ സിസ തോമസിൻ്റെ ബയോഡേറ്റ നമുക്ക് ഒന്ന് പരിശോധിച്ചാൽ അവർ എത്രയോ വൈസ് ചാൻസലറാകാൻ എലിജിബിൾ ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. ഇവർ 1984 എൻട്രൻസ് എക്സാം, എഞ്ചിനീയറിംഗ് അഡ്മിഷൻ എൻട്രൻസ് എക്സാം തുടങ്ങിയതിൻ്റെ പിറ്റേ വർഷമാണ് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലെ ഫസ്റ്റ് ബാച്ചിൽ അവർ ജോയിൻ ചെയ്തത്. അന്ന് ഈ 40 വർഷം മുമ്പ് പഠിച്ചവർക്കൊക്കെ അറിയാം, അന്ന് ഏറ്റവും ഡിമാൻഡുള്ള എഞ്ചിനീയറിംഗ് ബ്രാഞ്ചായിരുന്നു ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. ഏറ്റവും മിടുക്കരായിട്ടുള്ള എൻട്രൻസിൻ്റെ ലിസ്റ്റിൽ 10ഓ 50ഓ റാങ്കുകൾ അകത്ത് നിൽക്കുന്നവർക്ക് മാത്രം കിട്ടുന്ന ഒരു ബ്രാഞ്ചായിരുന്നു അത്. അന്ന് എനിക്ക് തോന്നുന്നു അന്ന് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ മാത്രമേ ഈ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഉള്ളൂ. അവർ 84 അവിടെ ജോയിൻ ചെയ്തു. അവിടെ നിന്ന് തന്നെ MSCയും BTechും MTechും അവിടെ നിന്ന് തന്നെ എടുത്തു. 1990 അവരെ അവിടെ ലെക്ചറായിട്ട് ജോയിൻ ചെയ്തു, പെർമനൻറ്റ് ലെക്ചറായിട്ട് 1990. അന്ന് ഏറ്റവും ഡിമാൻഡ് ഉണ്ടായിരുന്ന ജോലിയായിരുന്നു, അന്നും എന്നും ഏറ്റവും ഡിമാൻഡുള്ള ജോലിയാണ് എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചുള്ള ഏറ്റവും ഡിമാൻഡുള്ള ജോലിയാണ് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് കിട്ടുക. അവരുടെ ചെറിയ പ്രായത്തിൽ 22 വയസ്സിൽ അവരുടെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായി എന്നുള്ളത് തന്നെ അവർക്ക് എത്രയോ മെറിറ്റുള്ള ഒരു സ്ത്രീയായിരുന്നു നമുക്ക് മനസ്സിലാകാം. അതിനുശേഷം അവരെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരിൽ നിന്ന് സൈബർ സെക്യൂരിറ്റിയിൽ അവർ PhD എടുത്തു. അതിനുശേഷം അവർ ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറായി അവിടുത്തെ ഗ്രാജുവേറ്റ്സിനെയും പോസ്റ്റ് ഗ്രാജുവേറ്റ്സിനെയും എത്രയോ ബാച്ചിനെ അവർ പഠിപ്പിച്ചു. എത്രയോ പേരുടെ റിസർച്ചിന് ഗൈഡ് ചെയ്തു. അവരുടെ കീഴിൽ എത്രയോ പേര് PhD എടുത്തു. എത്രയോ റിസർച്ച് പേപ്പേഴ്സ് അവരുടെ പേരിലുണ്ട്. പല ഇൻ്റർനാഷണൽ സെമിനാറുകളിലും ബെസ്റ്റ് പേപ്പർ അവാർഡ് 6ഓ 7ഓ ബെസ്റ്റ് പേപ്പർ അവാർഡ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. പല ബുക്കുകളും എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ലേണിംഗ് സിസ്റ്റം കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളെയും പോളിടെക്നിക്കുകളെയും ബന്ധപ്പെടുത്തിയിട്ടുള്ള ലേണിംഗ് സിസ്റ്റം ആദ്യമായി കേരളത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത ഈ ഡോക്ടർ സിസ തോമസ് ആണ്. അതിനുവേണ്ടി സർക്കാരിൻ്റെ ഒരു അപ്രീസിയേഷൻ അവാർഡും അവർക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 2022 ആയിരുന്നപ്പോൾ അവർ ഈ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് പ്രൊഫസറായിരുന്നു. അവരുടെ അധ്യാപന കാലഘട്ടം ഏതാണ്ട് 90% ഒരു തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു. അതിന് ശേഷം ബാർട്ടൺ ഹിൽസ് എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പളായി. പിന്നെ അവർ എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറേറ്റിൽ സീനിയർ മോസ്റ്റ് ജോയിൻറ്റ് ഡയറക്ടർ ആയിരിക്കുമ്പോഴാണ് അവരോട് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പോസ്റ്റ് കൂടി എൻ്റെ ഫുൾ അഡീഷണൽ ചാർജ് കൂടി എടുക്കണമെന്ന് ഗവർണർ ഡയറക്ഷൻ കൊടുക്കുന്നത്. ഗവർണറുടെ ഉത്തരവനുസരിച്ച് അവർ 22 നവംബർ മാസത്തിൽ അവർ ഇതിൻ്റെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിട്ട് ഫുൾ അഡീഷണൽ ചാർജ് ഏറ്റെടുത്തു.
ഫുൾ അഡീഷണൽ ഒരു പോസ്റ്റിൻ്റെ ഫുൾ അഡീഷണൽ ചാർജ് ഏറ്റെടുക്കാൻ ഗവൺമെൻറ്റിൻ്റെ പെർമിഷനൊന്നും ആവശ്യമില്ല. ഗവൺമെൻറ്റിനെ അറിയിക്കുക എന്നുള്ളത്. കാരണം അവരിപ്പോൾ ഇരിക്കുന്ന പോസ്റ്റിൽ നിന്ന് റിലീവ്ഡ് ആകുന്നില്ല. അവർ ജോയിൻറ്റ് ഡയറക്ടറായിട്ട് തന്നെ തുടരുകയാണ്. അതിൻ്റെ കൂടെ ഇതിൻ്റെ ചാർജ് കൂടി എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. എങ്കിലും അവരെ അന്ന് പോയി ഗവൺമെൻറ് സെക്രട്ടറിയെ ഇൻറ്റിമേറ്റ് ചെയ്യാൻ ചെന്നു. പക്ഷേ ഗവൺമെൻറ് സെക്രട്ടറി അന്ന് ഒളിച്ചു കളിച്ചു. ഇവരെ കാണാതെ അവരെ ഒഴിവായി. മന്ത്രിയും ഒഴിവായി. അവരെ രണ്ടിനും ലെറ്റർ വഴി അറിയിച്ചുകൊണ്ട് അടുത്ത ദിവസം ഓർഡർ കിട്ടിയതിൻ്റെ അടുത്ത ദിവസം അവരെ യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലറിൻ്റെ ഫുൾ അഡീഷണൽ ചാർജിൽ അവരെ ജോയിൻ ചെയ്തു. അന്ന് തൊട്ട് ഏറ്റവും സമരങ്ങളുടെ ഏറ്റവും വലിയ വേലിയേറ്റമായിരുന്നു യൂണിവേഴ്സിറ്റി. സർക്കാർ കുലംകുത്തിയായിട്ട് ബ്രാൻഡ് ചെയ്തു. ബി ജെ പിക്കാരിയായിട്ട് സിസ തോമസിനെ ബ്രാൻഡ് ചെയ്തു. വെട്ടപ്പട്ടികളെ ഓരോന്നോരോന്നായിട്ട് അവരുടെ നേരെ അഴിച്ചു വിട്ടു. ആദ്യം SFIക്കാരുടെ ഒരു നിര. അവർ ചെന്ന് വിളിക്കാവുന്ന ചീത്ത എല്ലാവരെയും വിളിച്ചു. അവരടങ്ങിയില്ല. അടുത്തത് സംഘടനക്കാർ, മാർക്സിസ്റ്റ് സപ്പോർട്ടുള്ള യൂണിവേഴ്സിറ്റി യൂണിയൻ സംഘടനക്കാർ, അവർ പൂർണ്ണമായിട്ട് നിസ്സഹകരണം പ്രഖ്യാപിച്ചു. പിന്നീട് നമ്മുടെ 2 വിദ്യാഭ്യാസ മന്ത്രിമാരുടെ നേരിലുള്ള പടയം കൊണ്ട് നീങ്ങി. ഡോക്ടർ ബിന്ദുവിൻ്റെയും ശിവൻകുട്ടിയുടെയും അവർക്കും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അപ്പോഴേക്കും ഗവൺമെൻറ് നേരെ കോടതിയിൽ പോയി ഇവരുടെ നിയമനം അനർഹമാണ്, അംഗീകരിക്കാൻ സാധിക്കില്ല, ഇവർ ക്വാളിഫൈഡ് അല്ല, അതുകൊണ്ട് ഇവരെ ഈ ഫുൾ അഡീഷണൽ ചാർജിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോയി. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലെ ഒരാഴ്ചക്കുള്ളിൽ ആ കടലാസ് തള്ളി. അവർ അവിടെ ഇരിക്കാൻ എലിജിബിളാണ് എന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ വിധിച്ചു. ആ വിധിക്കെതിരെ കലിപൂണ്ട് ഇവർ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ വിധിയെ ശരിവെച്ചു. അപ്പോൾ ഏതാണ്ട് 1 മാസം കഴിഞ്ഞു. അതോടുകൂടി SFIക്കാരുടെയും സംഘടനക്കാരുടെയും കുറെ അവസാനിച്ചു. പിന്നെ 3-4 മാസം സുഗമമായിട്ട് അവർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിട്ട് അവർ പ്രവർത്തിച്ചു. അവർക്ക് ഏതാണ്ട് 5 മാസം മാത്രമേ ഫുൾ അഡീഷണൽ ചാർജ് ഉണ്ടായിരുന്നുള്ളൂ. മാർച്ച് 2023 അവർ മാർച്ച് 31, 2023 അവർ റിട്ടയർ ചെയ്യേണ്ട സമയമാണ്. എന്നിട്ടും ഗവൺമെൻറ്റിൻ്റെ കലിപ്പിങ്ങനെ പുകഞ്ഞുകൊണ്ടിരുന്നു. ഒരു അഗ്നിപർവ്വതം പുകയുന്ന പോലെ പുകഞ്ഞുകൊണ്ടിരുന്നു. അവർ റിട്ടയർ ചെയ്യുന്നതിന് 1 മാസം മുമ്പ് അവരെ ഈ സീനിയർ ജോയിൻറ്റ് ഡയറക്ടർ പോസ്റ്റിൽ നിന്ന്, ടെക്നിക്കൽ എഡ്യൂക്കേഷന് ജോയിൻറ്റ് ഡയറക്ടർ പോസ്റ്റിൽ നിന്ന് അവരെ നേരെ മാറ്റി കാസർഗോഡ് ട്രാൻസ്ഫർ ചെയ്തു. അത് സർക്കാരിൻ്റെ മാനദണ്ഡങ്ങളെ മൊത്തമായിട്ടും വയലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രാൻസ്ഫർ ആയിരുന്നു. കാരണം റിട്ടയർമെൻറ്റ് കാലഘട്ടത്തിൻ്റെ അവസാനത്തെ 1 വർഷം അവർക്ക് ഹോം ഡിസ്ട്രിക്റ്റിൽ തന്നെ കൊടുക്കണം, ഇരിക്കുന്ന പോസ്റ്റിൽ നിന്ന് മാറ്റരുതെന്ന് അലംഘിതമായ നിയമം ഉണ്ടായിരുന്നു. അത് കാണിച്ചുകൊണ്ട് അവർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോയി. അങ്ങനെ അതും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഗവൺമെൻറ്റിനെതിരെ വിധിച്ചു. അങ്ങനെ 2ാമത്തെ അടി ഗവൺമെൻറ്റിന് കിട്ടി. 3ാമത് വീണ്ടും സർക്കാർ എന്ത് ചെയ്തു? സർക്കാർ റിട്ടയർ ചെയ്യുന്നതിന് 15 ദിവസം മുമ്പ് ഒരു ചാർജ് മെമ്മോ ഡോക്ടർ സിസ തോമസിന് കൊടുത്തു. നിങ്ങൾ സർക്കാരിൻ്റെ അനധികൃതമായിട്ടാണ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിട്ട് ചാർജ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്കെതിരെ അച്ചടക്ക നടപടി എടുക്കാതിരിക്കുന്നതിന് കാരണമുണ്ടെങ്കിൽ നിങ്ങൾ ബോധിപ്പിക്കണമെന്ന് പറഞ്ഞ് വളരെ ഗൗരവമായിട്ടുള്ള ഒരു ചാർജ് മെമ്മോ. അതുപോലെ റിട്ടയർ ചെയ്യുന്നതിന് 1 ദിവസം മുമ്പ് സർക്കാരിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ അഡീഷണൽ സെക്രട്ടറിയുടെ മുമ്പിൽ ഹിയറിങ്ങിന് ചെല്ലണമെന്നും ഒരു ഉത്തരവ് കൊടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കണം. സർക്കാരിൻ്റെ ഈ ഹയർ എഡ്യൂക്കേഷൻ അഡീഷണൽ സെക്രട്ടറി എന്ന് പറയുന്ന ബേസിക് ക്വാളിഫിക്കേഷൻ വെറും ഡിഗ്രി മാത്രമുള്ള ഒരു ക്ലാർക്ക് മൂത്ത ഓഫീസറാണ്. ഈ ഓഫീസറുടെ അടുത്ത് ഹിയറിങ്ങിന് വിശദീകരണം കൊടുക്കാൻ ചെല്ലേണ്ടതാരാണ്? ഒരു യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ. BTech, MTech ഇത് വളരെ ഹയസ്റ്റ് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ. അത് കഴിഞ്ഞ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ നിന്ന് PhD, എത്രയോ 10-30 ബാച്ചുകളെ BTechകാരെ MTechകാരെയും പഠിപ്പിച്ചിറക്കിയ ഒരു അധ്യാപിക, വൈസ് ചാൻസലറായിട്ട് 5 മാസം വർക്ക് ചെയ്ത അധ്യാപിക, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ സീനിയർ മോസ്റ്റ് ജോയിൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത ഒരു അധ്യാപിക. ആ അധ്യാപിക ഹിയറിങ്ങിന് ചെല്ലേണ്ടത് സെക്രട്ടേറിയറ്റിലെ
ഒരു അഡീഷണൽ സെക്രട്ടറിയുടെ അടുത്ത്. എത്രയോ ഖേദകരമായ അവസ്ഥയാണ്. അവർ പോയില്ല, അവർ ആ ഹിയറിങ്ങിന് പോയില്ല. അവർ ഈ ചാർജ് മെമ്മോയ്ക്കെതിരെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ കേസ് കൊടുത്തു. 2 ആഴ്ചയ്ക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആ ചാർജ് മെമ്മോ ക്വാഷ് ചെയ്തു. അങ്ങനെ സർക്കാരിന് തുടർച്ചയായിട്ട് പല പല അട്ടികൾ അവർ കോടതിയിൽ നിന്ന് മേടിച്ചു കൊടുത്തു. ആദ്യമേ ചാർജ് എടുക്കുന്നതിനെതിരെയുള്ള ഉത്തരവ് അത് ക്വാഷ് ചെയ്യിച്ചു. പിന്നെ അവരെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ട്രാൻസ്ഫറിനെതിരെ അവർ കോടതിയിൽ പോയിരുന്നു. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്തതിനെതിരെ അതും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ തള്ളി. എന്നിട്ട് തിരിച്ച് ഇവരെ കാസർഗോഡ് ട്രാൻസ്ഫർ ചെയ്ത് ക്യാൻസൽ ചെയ്തുകൊണ്ട് അവരെ ബാർട്ടൺ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജിലെ, തിരുവനന്തപുരത്ത് എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പളായിട്ട് നിയമിച്ചു. അവർക്ക് വീണ്ടും യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറിൻ്റെ ഫുൾ അഡീഷണൽ ചാർജ് കൊടുത്തു. അത് 2ാമത്തെ അടിയായി. 3ാമത്തെ അടിയാണ് ഇവർക്കെതിരെ കൊടുത്ത ചാർജ് മെമ്മോ ക്വാഷ് ചെയ്തുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവ് പുറപ്പെടുവിച്ചു. ആ ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ ഗവൺമെൻറ് പോയി. അവിടെയും ഗവൺമെൻറ്റിന് തോറ്റു. അങ്ങനെ ആ ചാർജ് മെമ്മോ നള്ളിഫൈ ചെയ്തുകൊണ്ട് കോടതി ഉത്തരവിട്ടു. പാവം സിസ തോമസ് അങ്ങനെ 2023 മാർച്ചിൽ റിട്ടയർ ചെയ്ത് 20 മാസമായിട്ടും അവരുടെ പെൻഷൻ ആനുകൂല്യങ്ങളോ പെൻഷനോ കൊടുത്തില്ല. സർക്കാർ അങ്ങനെ പീഡിപ്പിക്കുകയാണ്. ഇവരുടെ കുലം മുടിക്കുമെന്നാണ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് പ്രതിജ്ഞ ചെയ്തിരുന്നത്. ചാർജ് മെമ്മോ നിലവിലുണ്ടായിരുന്നത് കൊണ്ട് പെൻഷൻ കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇവർക്ക് 1 മാസം പെൻഷനായിട്ട് ഏതാണ്ട് 1 ലക്ഷം രൂപയ്ക്ക് അടുത്ത് കിട്ടേണ്ടതാണ്. അതുപോലെ പെൻഷൻ ആനുകൂല്യങ്ങൾ അവരുടെ കമ്മ്യൂട്ടേഷനുണ്ട്, ലീവ് സറണ്ടറുണ്ട്, DCR ഇതെല്ലാം കൂടി 1 കോടി രൂപയ്ക്ക് അടുത്ത് കിട്ടേണ്ടതാണ്. ഈ പൈസയൊക്കെ 3 മാസത്തിനകം ഗവൺമെൻറ് ഒരു പെൻഷനർക്ക് കൊടുക്കേണ്ടതാണ്. അത് 20 മാസമായിട്ട് 2 വർഷമായിട്ടും അവർക്ക് പൈസയൊന്നും കിട്ടിയില്ല. അപ്പോൾ കാരണഭൂതനും കൂടെയുള്ള പട്ടാളവും വളരെ ആഹ്ലാദിതരായി ഇവരെ ഒതുക്കി. ഇവർ റിട്ടയർ ചെയ്ത് ഇനി ഇവരുടെ കുലം മുടിക്കുക എന്നുള്ളതേ നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി നമുക്ക് പെൻഷൻ കൊടുക്കാതിരിക്കാം. അവർ കോടതിയിൽ പോകട്ടെ. അവർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോയിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ വീണ്ടും കാരണഭൂതൻ്റെ ഉത്തരവെടുത്ത് പള്ളയിലിട്ടു. അവരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ ഏറ്റവും പെട്ടെന്ന് കൊടുക്കണമെന്ന് വിധിച്ചു. ഗവൺമെൻറ് കൊടുത്തില്ല. ഗവൺമെൻറ് ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചിലും ഡിവിഷൻ ബെഞ്ചിലും പോയി. അവിടെയും സിസ തോമസിന് അനുകൂലമായിട്ട് കോടതി വിധിച്ചു. വീണ്ടും സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി ഒരു പർട്ടിക്കുലർ ഡേറ്റ് പറഞ്ഞ ആ ഡേറ്റിനുള്ളിൽ അവരുടെ പെൻഷൻ ആനുകൂല്യങ്ങളെല്ലാം കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ സർക്കാർ കൊമ്പ് കുത്തി. ഈ സ്ത്രീയുടെ, ഈ വനിതയുടെ മുൻപിൽ കൊമ്പ് കുത്തി പെൻഷൻ ആനുകൂല്യങ്ങളെല്ലാം കൊടുത്തു. അത് സർക്കാരിന് ഭയങ്കര അപമാനമായി പോയി. ഈ മുറിവുകളൊക്കെ നക്കിത്തുടച്ചുകൊണ്ടിരിക്കുന്ന ഒരു വയസ്സൻ നായെപ്പോലെ കേരളത്തിലെ കാരണഭൂതനും ക്യാബിനറ്റും അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഏതായാലും ആ ശല്യം തീർന്നല്ലോ, അത് റിട്ടയർ ചെയ്തല്ലോ, ആ കഥ അവസാനിച്ചു എന്നുള്ളതായിരുന്നു ഇവരുടെയൊക്കെ ചിന്ത. അപ്പോഴാണ് 2 യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ പോസ്റ്റ് പെർമനൻ്റായിട്ട് എടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. സർക്കാർ ഗവർണർക്ക് പ്രപ്പോസൽ അയച്ചു. സജീവ് ഗോപിനാഥ്, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ പഴയ വൈസ് ചാൻസലർ, പുള്ളിയെ ഈ 2 ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലും അബ്ദുൽ കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലും വൈസ് ചാൻസലറായിട്ട് ഫസ്റ്റ് പേരുകാരനായിട്ട് സജീവ് ഗോപിനാഥ്, അത് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രശ്നം താങ്ങിയായിരുന്നു, അദ്ദേഹത്തെ വെച്ചു. 2, 3 ഒന്നും സിസ തോമസ് ഇല്ല. ഗവർണർ ഈ ലിസ്റ്റ് വെട്ടി. ഗവർണർ ആദ്യമായിട്ട് ശുപാർശ ചെയ്ത പേര് സിസ തോമസ് എന്നായിരുന്നു. ഇതിന് കാരണം ഇവരോട് കാണിച്ച ഈ ക്രൂരകൃത്യങ്ങളും പീഡനങ്ങളും എല്ലാം മുകളിലിരുന്ന് ഒരാൾ കാണുന്നുണ്ടായിരുന്നു. ദൈവമല്ലായിരുന്നു, പക്ഷെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് അർലേക്കർ, ഗവർണർ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു.
കാരണം പഴയ ഗവർണർ അരീഫ് മുഹമ്മദ് ഖാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അർലേക്കറിൻ്റെ ചെവിയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ഈ മാന്യ വനിതയെ എങ്ങനെയെല്ലാമാണ് സർക്കാർ ഇട്ട് പീഡിപ്പിക്കുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു പിക്ചർ അർലേക്കർ കൊടുത്തിരുന്നു. അതുകൊണ്ട് ഈ കഥകളും മുൻകഥകളും അതിന് ശേഷം പുള്ളി കണ്ട സംഭവങ്ങളും എല്ലാം പുള്ളി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അർലേക്കർ എന്ത് ചെയ്തു? അർലേക്കർ ഗവൺമെൻറ്റിനെ അറിയിച്ചു ഡോക്ടർ സിസ തോമസിനെ ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാക്കി നിയമിക്കണമെന്ന്. അങ്ങനെ അത് ഗവൺമെൻറ്റിന് ഒരിക്കലും യോജിക്കാൻ കഴിയുന്ന കാര്യമായില്ല. കാരണം ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സിസ തോമസ് കുലംകുത്തിയാണ്. അവരെ പറ്റുമെങ്കിൽ കേരളത്തിൽ തന്നെ ഓടിക്കാൻ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഒരു സർക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഗവൺമെൻറ്റും ഗവർണറും തമ്മിൽ ഈ വൈസ് ചാൻസലർ നിയമനത്തിൽ തർക്കമായി. ആ തർക്കം അവസാനം കോടതിയിലേക്ക് പോയി. ഹൈക്കോടതിയും സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ഗവർണർക്ക് അനുകൂലമായിട്ടുള്ള സ്റ്റാൻഡ് എടുത്തു. അപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോയി. സുപ്രീം കോടതി അവസാനം ഇതെല്ലാം കണ്ടും അടുത്തിട്ടൊരു ഇത് പറഞ്ഞു, ഗവൺമെൻറ് ഒരു ലിസ്റ്റ് കൊടുക്കട്ടെ, ഓരോ 2 യൂണിവേഴ്സിറ്റിയുടെയും വൈസ് ചാൻസലറായിട്ട് 3 പേരുടെ ലിസ്റ്റ് കൊടുക്കട്ടെ, അതുപോലെ ഗവർണറും ഒരു ലിസ്റ്റ് കൊടുക്കട്ടെ, അതിൽ ഏറ്റവും സ്യൂട്ടബിളായിട്ട് ഉള്ളവരെ സുപ്രീം കോടതി വൈസ് ചാൻസലേഴ്സായിട്ട് നിയമിക്കും എന്നുള്ളൊരു ഉത്തരവ്. അപ്പം അത് കഴിഞ്ഞുള്ള കരുക്കൾ, ചതുരംഗത്തിൻ്റെ കരുക്കൾ 2 പേരൂടെ ഗവർണറും ഗവൺമെൻറ്റും നീക്കി. 2 പേരും 2 ലിസ്റ്റ് കൊടുത്തു. പക്ഷേ അത് കഴിഞ്ഞ് ഒരു വലിയ കളി, അന്തർനാടകം നടന്നു. ചതുരംഗപ്പലകയിൽ ഗവർണറും ഗവൺമെൻറ്റും കരുക്കൾ നീക്കി. അവസാനം ഗവർണർ കത്രിയെ പൂട്ടിട്ട് ഗവൺമെൻറ്റിനെ പൂട്ടി. അവസാനം നമ്മുടെ കാരണഭൂതൻ മുഖ്യമന്ത്രി ഓടിച്ചെന്ന് ഗവർണറുടെ സന്നിധാനത്തിൽ ഓടിച്ചെന്ന് കൊമ്പുകുത്തി അങ്ങേരോട് കരഞ്ഞ് അപേക്ഷിച്ചു, നിങ്ങൾ സിസ തോമസിനെ ആരെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും വൈസ് ചാൻസലറാക്കി നിയമിച്ചു. ആ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട് എൻ്റെ നോമിനി ആ സജി ഗോപിനാഥിനെ ഒന്ന് നിയമിച്ചാൽ മതി എന്ന് ആവശ്യപ്പെട്ടു. അതോടുകൂടി ഗവർണർ ഒന്ന് ചിരിച്ചു. ഗവർണർ പറഞ്ഞു, ആയിക്കോട്ടെ, താനൊന്ന് കുനിഞ്ഞു നിൽക്ക്. തൻ്റെ തോളിൽ ചവിട്ടിക്കൊണ്ട് താൻ ഇത്രയും നാൾ പീഡിപ്പിച്ച ആ സ്ത്രീ തൻ്റെ തോളിൽ ചവിട്ടിക്കയറി അബ്ദുൽ കലാം യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി കയറി ഒന്നിരുന്നോട്ടെ. ആ ഇരുന്ന് കഴിഞ്ഞാൽ ഉടനെ സജി മഠത്തിലിനെ തൻ്റെ പുഷ്പം താങ്ങിയ ഞാൻ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം നമ്മുടെ കാരണഭൂതനും കൊമ്പുകുത്തി. കഴിഞ്ഞ മാസം ഡോക്ടർ സിസ തോമസ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട് ജോയിൻ ചെയ്തു. അതിനുശേഷം സജി ഗോപിനാഥ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ടും ജോയിൻ ചെയ്തു. ഇതിൽ പിന്നാമ്പുറം കേൾക്കുന്ന വേറെ ചില കഥകളുണ്ട്. സർക്കാരിന് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട് സജി ഗോപിനാഥിനെ തന്നെ നിയമിക്കണം. കാരണം അവിടുത്തെ കുറേ ഇറഗുലാരിറ്റീസൊക്കെ നേരത്തെ അക്കൗണ്ടൻറ്റ് ജനറലൊക്കെ പരിശോധിച്ചതാണ്. അതൊക്കെ ഈ സജി ഗോപിനാഥ് വൈസ് ചാൻസലറായിട്ടിരുന്നപ്പോൾ നടന്ന സംഭവങ്ങളാണ്. അപ്പം അതിൽ അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിലൂടെ ഇതും വേറെ ഒരു ശബരിമല പ്രശ്നം പോലെയാകും. അതുകൊണ്ടാണ് സർക്കാർ ഗവർണറിൻ്റെ അടുത്ത് കൊമ്പ് കുത്തുകയും അവരുടെ ഏറ്റവും വലിയ ശത്രുവിനെ അബ്ദുൽ കലാം യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാക്കി നിയമിക്കാൻ സമ്മതിക്കുകയും ചെയ്യുന്നതാണ് കേൾക്കുന്നത്. ഇതിൽ നമുക്ക് കാണാനുള്ള മെറിറ്റുള്ള സ്ത്രീകളോടുള്ള ഇവരുടെ അവമതിപ്പ്, ഈ ഇടതുപക്ഷത്തിൻ്റെ അവമതിപ്പ്, അവരെ അതിജീവിതയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നടക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷേ അവരെ ഏറ്റവും വലിയ ഇരയാക്കി ഈ ഇത്രയും PhDയും 30 കൊല്ലത്തെ അധ്യാപന പരിചയവും ഉള്ള ഒരു സ്ത്രീയെ എത്രയോ പീഡിപ്പിച്ചു. അവരല്ലേ ശരിക്കും അതിജീവിത. അവരോട് എന്തൊരു ക്രൂരതയാണ് ഈ ഗവൺമെൻറ്, ഈ ഇടത് ഗവൺമെൻറ് ചെയ്തത്. അതേസമയം അവരെ എത്ര കെയർ ചെയ്താണ് ഈ ഗവർണർമാർ ആരിഫ് മുഹമ്മദ് ഖാനും അർലേക്കറും എത്ര ബഹുമാനമാണ് അവർക്ക് കൊടുത്തത്. ആ ബഹുമാനത്തിൽ നിന്നാണ്, അല്ലെ അവരുടെ ആ പീഡനം കണ്ട് അതിനെ ഇവരെങ്ങനെ അതിനെ നേരിട്ടു എന്നുള്ള ആ റെസ്പെക്റ്റിൽ നിന്നാണ് അവരെ തന്നെ
വൈസ് ചാൻസലർ ആക്കണമെന്ന് അർലേക്കർ നിർബന്ധം പിടിച്ചത്. ശരിക്കും പറഞ്ഞാൽ മനോരമ ചാനലിലൊക്കെ മാൻ ഓഫ് ദി ഇയർ എന്ന് പറയുന്ന വുമൺ ഓഫ് ദി ഇയർ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ സിസ തോമസിനെ തിരഞ്ഞെടുക്കേണ്ടതാണ്. ചിലപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് 4 വർഷം കൂടെ വൈസ് ചാൻസലറായി ഇരുന്ന് കഴിഞ്ഞ് BJP ഗവൺമെൻറ് അവരെ വേണമെങ്കിൽ UGCയുടെ ചെയർമാനായിട്ട് വരെ നിയമിച്ചേക്കും. അപ്പോൾ അതൊക്കെ കണ്ട് അന്ന് തൻ്റെ ഈ തനിക്കുണ്ടായ മുറിവിലെ മുളകും പുരട്ടിക്കൊണ്ട് നീറി നമ്മുടെ ഈ ക്യാബിനറ്റിനും ആ ക്യാബിനറ്റിൻ്റെ കാരണഭൂതനും ഒക്കെ ഇരിക്കാൻ പറ്റും. പിന്നെ ഇതൊക്കെ പറഞ്ഞാലും ഇതൊരു പഴയ ചൊല്ലുണ്ട്, കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നുള്ളത്. അപ്പോൾ ഇതേതായാലും ക്യാബിനറ്റ് ഇപ്പം മനസ്സിലാക്കി, നമ്മുടെ കേരള ക്യാബിനറ്റ് മനസ്സിലാക്കി കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നുള്ളത്.